Right. So actually, നമ്മുടെ ലാസ്റ്റ് ടൈം പഠിച്ചുകൊണ്ടിരുന്നത് ലൈഫ് ഇൻ ദി ഹോളി സ്പിരിറ്റിനെ കുറിച്ചാണ്. എട്ടാം അധ്യായം 1, 2, 3 വചനങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ബേസിക് ആയിട്ട് നമ്മൾ മനസ്സിലാക്കിയത് എന്താണ് എന്ന് ചോദിച്ചു. We have the law called the law of the spirit of life. അതായത് ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എന്നുള്ളത്. നമ്മൾ മോശയുടെ ന്യായപ്രമാണത്തെ കുറിച്ച് പഠിച്ചു, പാപത്തിന്റെ നിയമത്തെ കുറിച്ച് നമ്മൾ പഠിച്ചു, മരണത്തിന്റെ നിയമത്തെ കുറിച്ച് നമ്മൾ പഠിച്ചു, പിന്നെ പഴയ മനുഷ്യന്റെ നിയമത്തെ കുറിച്ച് നമ്മൾ പഠിച്ചു. എന്നാൽ പുതിയ നിയമത്തിൽ ഒരാൾ ക്രിസ്തുവിലായിരിക്കുന്ന ഒരാൾ ആയിരിക്കേണ്ടിയ ഒരു പ്രമാണം, നിയമം ഏതാണെന്ന് ചോദിച്ചാൽ അത് ജീവന്റെ ആത്മാവിന്റെ പ്രമാണത്തിലാണ്, നിയമത്തിലാണ്. കാരണം this law of the spirit of life, or the law of the Holy Spirit that produces the life of Jesus in us, has set us free from the law of sin and death. അതായത് ജീവന്റെ ഈ ആത്മാവിന്റെ പ്രമാണമാണ് ആ പാപത്തിൽ കൂടി മരണത്തിലേക്ക് നയിക്കുന്ന മരണത്തിന്റെ പ്രമാണമുണ്ടല്ലോ, ആ പ്രമാണത്തിൽ നിന്ന് യേശു ക്രിസ്തുവിൽ നമുക്ക് സ്വാതന്ത്ര്യം വരുത്തി. യേശു ക്രിസ്തുവിൽ കൂടിയാണ് ഈ നിയമം നമുക്ക് രക്ഷയെ കാണിച്ചു തന്നത്, രക്ഷയെ അനുഭവമാക്കാൻ സാധ്യമാക്കിയത്. അതുകൊണ്ട് ഓരോ ക്രിസ്ത്യാനിയും ഈ പ്രമാണം അനുസരിച്ചിട്ട് വേണം ക്രിസ്തീയ ജീവിതം ജീവിക്കാൻ. ഏത് പ്രമാണമാണ്? ദ ലോ ഓഫ് ദി സ്പിരിറ്റ് ഓഫ് ലൈഫ് ആണ്. ജീവനെ ഉത്പാദിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ നിയമമുണ്ടല്ലോ, ആ നിയമത്തെയാണ് അനുസരിച്ച് ഓരോ ക്രിസ്ത്യാനി ജീവിക്കേണ്ടത്. എന്നാൽ പ്രശ്നം എന്താണ് എന്ന് ചോദിച്ചാൽ, ഇന്ന് പുതിയ നിയമത്തിന്റെ ക്രിസ്ത്യാനി 70 to 80% ഫോളോ ചെയ്യുന്നത് പഴയ നിയമത്തെയാണ്. ഓർക്കണം, ഈ പുതിയ നിയമത്തിൽ യേശു ക്രിസ്തു പരിശുദ്ധാത്മാവിനാൽ ഒരുക്കിയിരിക്കുന്ന ഈ നിയമം വിട്ടിട്ട്, ഈ പ്രമാണം വിട്ടിട്ട് വേറെ ഏത് പ്രമാണം ആത്മാർത്ഥതയോടെ നമ്മൾ പ്രമാണിച്ച് നടന്നാലും പാപത്തിൽ നിന്നുള്ള, മരണത്തിൽ നിന്നുള്ള ഒരു ഫ്രീഡം, ഒരു വിടുതൽ, ഒരു രക്ഷ നമുക്ക് ലഭിക്കത്തില്ല. അതാണ് പുതിയ നിയമത്തിനും പഴയ നിയമത്തിനും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. If you want to be free from sin, then you have to come under the law of the spirit of life. തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും ഓരോ ദിവസവും പാപത്തോട് ഒരു പോരാട്ടമുണ്ട്, ഒരു സ്ട്രഗിൾ ഉണ്ട്. എന്നാൽ ആ സ്ട്രഗിളെ നമ്മൾ അതിജീവിക്കണമെങ്കിൽ, ആ പാപത്തെ നമ്മൾ ഓവർകം ചെയ്യണമെങ്കിൽ, നമ്മൾ അതിനെ ജയിക്കണമെങ്കിൽ തീർച്ചയായിട്ടും we have to come under the law of the Holy Spirit. എന്തുകൊണ്ട് നമ്മൾ ഇതുവരെ പാപത്തെ ജയിക്കാൻ സാധിച്ചില്ല എന്നോട് ചോദിച്ചാൽ, എന്തുകൊണ്ട് എപ്പോഴും ഓരോ ദിവസവും പാപത്തോടും ഞങ്ങൾക്ക് സ്ട്രഗിൾ ഉണ്ട് എന്ന് ചോദിച്ചാൽ, അതിന്റെ കാരണം നമ്മൾ ഇതുവരെ ഈ ജീവനെ ഉത്പാദിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ പ്രമാണത്തിലേക്ക് വന്നിട്ടില്ല. ഈ പ്രമാണം അനുസരിച്ച് നമ്മൾ ജീവിക്കുന്നില്ല. ഈ പ്രമാണം നമ്മളെ കൺട്രോൾ ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ആ സ്ട്രഗിളിൽ കൂടി പോയിക്കൊണ്ടിരിക്കുന്നത്. if you are not coming under the law of the Holy Spirit, or if the Holy Spirit is not producing the life of Jesus Christ in you, then you will be under the law of sin and of death. അതായത് നമ്മൾ ഈ ജീവന്റെ ആത്മാവിന്റെ പ്രമാണത്തിലേക്ക് വരുന്നില്ലെങ്കിൽ, ഈ ജീവന്റെ ആത്മാവിന്റെ പ്രമാണം നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നില്ലെങ്കിൽ, ഈ പരിശുദ്ധാത്മാവ് ക്രിസ്തുവിന്റെ ജീവനെ നമ്മുടെ ഉള്ളിൽ തരുന്നില്ലെങ്കിൽ, ആ ജീവനെ നമ്മുടെ ഉള്ളങ്ങളിൽ ഉത്പാദിപ്പിക്കുന്നില്ലെങ്കിൽ, തീർച്ചയായിട്ടും
സോ നമ്മെ കൺട്രോൾ ചെയ്യുന്നത് പാപവും മരണവും ആയിരിക്കും. ആ പ്രമാണത്തിന്റെ അടിയിലായിരിക്കും നമ്മൾ അവസാനം വരെ ജീവിക്കാൻ പോകുന്നത്. അപ്പോൾ ആ നിയമം മാറണമെങ്കിൽ തീർച്ചയായിട്ടും വി ഷുഡ് കം അണ്ടർ ദി ലോ ഓഫ് ദി സ്പിരിറ്റ് ഓഫ് ലൈഫ്. അതാണ് നമ്മള് ഈ പ്രമാണത്തിന്റെ കീഴിൽ വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? സോ ലോകത്തിൽ നിന്ന് പാപം മാറുമോ? നോ. Sin is in the world, so you can see the power of sin in every nook and corner of the society. So you can see sin, the power of sin controlling the churches. You can see the power of sin controlling your workplaces. അതായത് നമ്മൾ പരിശുദ്ധാത്മാവിന്റെ പ്രമാണത്തിന്റെ കൺട്രോളിൽ വരുന്നത് കൊണ്ട് ലോകത്തിൽ പാപം ഇല്ലാതെ പോകുമോ എന്ന് എന്നോട് ചോദിച്ചാൽ അത് ഒരിക്കലുമില്ല. സോ തീർച്ചയായിട്ടും ലോകത്തിൽ പാപം ഉണ്ടായിരിക്കും. സോ പാപത്തിന്റെ ശക്തിയെ നമ്മൾ വസിക്കുന്ന സമൂഹത്തിന്റെ ഇല്ലെങ്കിൽ സൊസൈറ്റിയുടെ ഓരോ മുക്കിലും മൂലയിലും നമുക്ക് കാണാൻ പറ്റും. എങ്ങനെയാണ് പാപത്തിന്റെ ശക്തി സിസ്റ്റത്തിനെ, നമ്മുടെ സൊസൈറ്റിയുടെ ഒരു സിസ്റ്റമിനെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്, വ്യക്തികളെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ പാപത്തിന്റെ ശക്തിയെ ഇപ്പോൾ എങ്ങനെയാണ് ആരാധന ആലയങ്ങളെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. സോ ഇവൻ നമ്മൾ വർക്ക് ചെയ്യുന്ന വർക്ക് പ്ലേസസിലും എത്രമാത്രം പാപത്തിന്റെ ശക്തി ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു, കാര്യങ്ങളെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നു, കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. എന്നാൽ പാപത്തെ നമുക്ക് യേശുക്രിസ്തു വീണ്ടും വരുന്നത് വരെ ലോകത്തിൽ നിന്ന് എടുത്തു കളയാൻ പറ്റത്തില്ല. പാപവും അതിന്റെ ശക്തിയും അതിന്റെ എല്ലാ കൺട്രോളിങ് പവർ ലോകത്തിൽ ഉണ്ടായിരിക്കും. എന്നാൽ വ്യത്യാസം എന്താണ് എന്ന് ചോദിച്ചാൽ, ഞാൻ ആ കൺട്രോളിലേക്ക് വരത്തില്ല. അത് എന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. ഒരിക്കൽ ഞാൻ പരിശുദ്ധാത്മാവിന്റെ നിയമത്തിലോട്ട് മാറിയാൽ, പരിശുദ്ധാത്മാവിന്റെ പ്രമാണത്തിന്റെ കീഴിലായ പിന്നെ ഈ പാപത്തിന്റെ ശക്തിക്ക് യാതൊരു കൺട്രോളും ഇല്ലാതെ വരും. എന്റെ കൺട്രോൾ മുഴുവൻ വേറെ ഒരു നിയമത്തിന്റെ കൺട്രോളിലാണ്. അതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ, ഇന്ന് നമ്മുടെ സമൂഹം, നമ്മുടെ പല പള്ളികളും, നമ്മുടെ വർക്ക് പ്ലേസസും ഇപ്പോഴും പരിശുദ്ധാത്മാവിന്റെ പ്രമാണത്തിന്റെ കീഴിലല്ല. അതല്ല, പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിന്റെ കീഴിലാണ്. അതുകൊണ്ടാണ് അതിന്റെ പോക്ക് വേറെ രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ നമ്മുടെ പോക്ക് മാറണമെങ്കിൽ തീർച്ചയായിട്ടും പ്രമാണം മാറണം, നിയമം മാറണം. The law should be changed. അതാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കാണാൻ സാധിച്ചത്. എന്നാൽ അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് നമ്മൾ 4-ാം വചനം വായിക്കുമ്പോൾ, 4-ാം വചനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്ന കാര്യം എന്താണ് എന്ന് ചോദിച്ചാൽ, ആത്മാവിനെ അത്ര അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ാകേണ്ടതിന് തന്നെ എന്നാണ് ഇവിടെ പറയുന്നത്. അതായത് ജഡത്തെ ആത്മാവിനെ അത്ര അനുസരിച്ച് ജീവിക്കുന്നത്. അതാണ് പുതിയ നിയമത്തിന്റെ ആത്മാവിനെ അത്ര അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിന്റെ നീതി നിവൃത്തിയാകേണ്ടതിന് തന്നെ എന്നാണ് പറയുന്നത്. അപ്പൊ ന്യായപ്രമാണത്തിന്റെ നീതി നിവൃത്തിയാകുന്നത് എങ്ങനെയാണ്? ജഡത്തെ അനുസരിക്കാതെ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ന്യായപ്രമാണത്തിന്റെ നീതി എങ്ങനെ നിവൃത്തിയാകും? അപ്പൊ എന്താണ് ആത്മാവിനെ അനുസരിച്ച് നടക്കുക എന്നുള്ളത്?
ന്യായപ്രമാണത്തെ അനുസരിച്ച് നടക്കുന്നതും ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നതും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? സോ ന്യായപ്രമാണത്തിന്റെ നീതി എന്ന് പറയുന്നത് ഔട്ട്സൈഡ് ആണ്. സോ ആത്മാവിൽ നടക്കുന്നത് അത് ഇൻസൈഡ് ആണ്. സോ കാരണം ഇവിടെ ഒന്നാമതായിട്ട് പറയുന്നത് ജഡത്തെയല്ല ആത്മാവിനെ അത്രേ അനുസരിച്ച് നടക്കുന്ന നമ്മിൽ എന്നാണ്. Who do not live our lives in the ways of the flesh, but in the ways of the spirit എന്നാണ് ഇവിടെ പറയുന്നത്. സോ അതുകൊണ്ട് നമ്മൾ ാണ് എന്ന് പറയുന്നത്. So we no longer walk according to the flesh, but according to the spirit. So എന്താണ്? It is God's will in every one of us that we must walk in the Holy Spirit. ഇപ്പൊ ദൈവത്തിന്റെ ഇഷ്ടം, ദൈവത്തിന്റെ ഹിതം എന്താണ് എന്ന് ചോദിച്ചാൽ ഇവിടെ പറയുന്നത്, സോ പുതിയ നിയമത്തിലുള്ള ഓരോ ദൈവ പൈതലും ഓരോ വിശ്വാസിയും യേശു ക്രിസ്തുവിന്റെ ഓരോ ശിഷ്യനും പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നടക്കണം എന്നാണ് ജീവിതത്തിൽ. ആരെ അനുസരിച്ചിട്ടാണ്? പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നടക്കണം. അതാണ് പുതിയ നിയമത്തിന്റെ ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത്. ഇന്ന് പലരെയും പലതിനെയും അനുസരിച്ചിട്ടാണ് നടക്കുന്നത്, പരിശുദ്ധാത്മാവിനെ അല്ല. അതുകൊണ്ടാണ് അവരുടെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും സ്ട്രഗിൾസ്, പോരാട്ടങ്ങൾ, അസമാധാനം, ഒരു കോൺഫ്ലിക്ട്സ്, റെസ്റ്റ് ഇല്ലാത്ത ഒരു ജീവിതം. കാരണം അവർ പലതിനെ അനുസരിച്ചിട്ടാണ് നടക്കുന്നത്. എന്നാൽ ദൈവത്തിന്റെ ഹിതം, പുതിയ നിയമം നമ്മളോട് പറയുന്നത്, പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ നമ്മൾ ആത്മാവിനെ മാത്രം അനുസരിച്ച് ഈ ലോകത്തിൽ നടക്കണം എന്നാണ്. So when you walk in the Holy Spirit, you will give your life. The Holy Spirit will give the life of Jesus. അതായത് ഒരു വ്യക്തി പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നടക്കുമ്പോൾ അങ്ങനെയുള്ള വ്യക്തിയുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ക്രിസ്തുവിന്റെ ജീവനെ നൽകും. So he will give the life of Jesus inside of people who walk in the Holy Spirit. So അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സോ മറ്റുള്ളവരിൽ ഇല്ലാത്തതും നമുക്ക് ലഭിക്കുന്ന വിശേഷത, ഒരു യൂണിക്നെസ്, ഒരു വ്യത്യാസം എന്താണ് എന്ന് ചോദിച്ചാൽ അതാണ്. So when you walk in the Holy Spirit, and definitely that Holy Spirit will give you the life of Jesus. So with the life of Jesus you can overcome sin. അപ്പൊ യേശു ക്രിസ്തുവിന്റെ ജീവൻ എന്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ, എങ്കില്ലെങ്കിൽ പരിശുദ്ധാത്മാവ് എന്റെ ജീവിതത്തിൽ വരികയും പരിശുദ്ധാത്മാവ് ക്രിസ്തുവിന്റെ ജീവനെ ഉത്പാദിപ്പിക്കുകയും ക്രിസ്തുവിന്റെ ജീവനെ എനിക്ക് തരികയും ചെയ്യുമ്പോൾ then ഈസി ആയിട്ട് ഞാൻ പാപത്തെ ജയിക്കും, സാത്താനെ ജയിക്കും, പരീക്ഷകളെ ജയിക്കും. സോ അല്ലെങ്കിൽ നമുക്ക് പറ്റത്തില്ല. സോ അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് ഇല്ലാതെ, പരിശുദ്ധാത്മാവിന്റെ പ്രമാണത്തിന്റെ കീഴിൽ നമ്മൾ വരാതെ, സോ പരിശുദ്ധാത്മാവ് ക്രിസ്തുവിന്റെ ജീവൻ നമ്മുടെ ഉള്ളിൽ ഉത്പാദിപ്പിക്കാതെ നമുക്ക് ഒരു ക്രിസ്തീയ ജീവിതം ജീവിക്കാൻ പറ്റത്തില്ല. So if at all I am living a Christian life, അത് വളരെ substandard Christian life.
അത് ദൈവം ആഗ്രഹിക്കുന്ന, ബൈബിളിൽ പറയുന്ന ഒരു ക്രിസ്തീയ ജീവിതമല്ല. വളരെ സബ്സ്റ്റാൻഡേർഡ് ക്രിസ്ത്യൻ ലൈഫാണ്. എന്നാൽ അങ്ങനെ ജീവിക്കുന്നത് കൊണ്ട് നമുക്ക് രക്ഷ ലഭിക്കുമോ? അതറിയില്ല. സോ എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ എനിക്ക് പരീക്ഷകളെ നേരിടാൻ, ജയിക്കാൻ സാധിക്കുന്നില്ല? എന്തുകൊണ്ട് ഈവൻ ചെറിയ ചെറിയ പാപങ്ങളെ പോലും എനിക്ക് ഓവർകം ചെയ്യാൻ പറ്റുന്നില്ല? എന്തുകൊണ്ട് സാത്താൻ എപ്പോഴും എന്നെ കണ്ടിട്ട് കളിയാക്കി ചിരിച്ചു നടക്കുന്നു? ഒറ്റ ഒരു കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ, ഈ സത്യം നമ്മൾ മനസ്സിലാക്കിയില്ല. അതായത്, ഞാൻ പുതിയ നിയമത്തിൽ ക്രിസ്തുവിൽ കൂടി പരിശുദ്ധാത്മാവിന്റെ പ്രമാണത്തിൽ, ജീവന്റെ ആത്മാവിന്റെ പ്രമാണത്തിൽ നടക്കണം. ആത്മാവിനെ അനുസരിച്ച് നടക്കണം. ആത്മാവിനെ അനുസരിച്ച് നടക്കുമ്പോൾ ക്രിസ്തുവിന്റെ ജീവൻ എനിക്ക് ലഭിക്കും എന്നുള്ള സത്യം അറിയാത്തത് കൊണ്ട് നമ്മളെ പാപം ചതിച്ചുകൊണ്ടിരിക്കുന്ന, സാത്താൻ കളിച്ചുകൊണ്ടിരിക്കും. സോ നമ്മൾ എപ്പോഴും ഒരു ഗിൽറ്റി ഫീലിംഗ് ക്രിസ്ത്യൻ ലൈഫാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എപ്പോ വരുമ്പോഴും നമ്മൾ പാപത്തെ ഏറ്റുപറയുന്നു, ലോകത്തിൽ പോയി അതേ പാപം വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ സർക്കിൾ വർഷങ്ങളായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നുണ്ട്. See, when Jesus was on this earth, he was tempted like us in all points and he did not sin. വചനം വളരെ ക്ലിയർ ആയിട്ടാണ് പറയുന്നത്. എബ്രായർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 15-ാം വചനം വായിക്കുമ്പോൾ ആ വചനത്തിൽ എന്താണ് പറയുന്നത് എന്ന് ചോദിച്ചാൽ, സോ നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപം ഒഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത് എന്നാണ് പറയുന്നത്. പാപം ഒഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത് എന്നാണ് വചനം പറയുന്നത്. So for we do not have a high priest who is unable to sympathize with our weaknesses, but one who in every respect has been tempted, as we are, yet without sin എന്നാണ്. നമ്മുടെ ജീവിതത്തിൽ ജനനം മുതൽ മരണം വരെ ഏതെല്ലാം രീതിയിൽ പരീക്ഷിക്കപ്പെടുന്നുണ്ടോ, ഏതെല്ലാം അവസ്ഥകളിൽ കൂടി കടന്നു പോകുന്നുണ്ടോ, ഏതെല്ലാം പോരാട്ടങ്ങൾ നമ്മൾ നേരിടുന്നുണ്ടോ, അതെല്ലാം യേശു ക്രിസ്തുവിന്റെ ജീവിതത്തിലും ഉണ്ടായിരുന്നു. തുല്യമായ പരീക്ഷകളാണ്, അതിൽ യാതൊരു വ്യത്യാസവും ഇല്ല. എന്നാൽ മനുഷ്യപുത്രനായ യേശു ക്രിസ്തു നമ്മൾ നേരിടുന്ന അതേ പരീക്ഷകൾ തന്നെ യേശു ക്രിസ്തു നേരിട്ടു. സോ ആ പരീക്ഷകളിൽ കൂടി കടന്നു പോയി. എന്നാൽ യേശു ക്രിസ്തു അതൊക്കെ അതിജീവിച്ചു, ഒരിക്കലും പാപം ചെയ്തില്ല. എന്നാൽ നമ്മൾ അതിജീവിക്കുന്നില്ല, ഇഷ്ടംപോലെ പാപങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിന്റെ കാരണം എന്താണ് എന്നാണ് ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയാൻ ആഗ്രഹിക്കുന്നത്. സോ ഒന്നാമതായിട്ട്, ജീസസ് ക്രൈസ്റ്റ് ആസ് എ മാൻ മാനിഫെസ്റ്റഡ് ദ ലൈഫ് ഓഫ് ഗാഡ്. യേശു ക്രിസ്തു മനുഷ്യനായിരിക്കുമ്പോൾ ഈ ലോകത്തിൽ യേശു ക്രിസ്തു ലോകത്തിനെ കാണിച്ചത് ദൈവത്തിൽ ഉണ്ടായിരുന്ന ഒരു ജീവനെയാണ്. ദൈവത്തിൽ ഉണ്ടായിരുന്ന ഒരു ജീവനെ ഉള്ളിൽ വെച്ചുകൊണ്ടാണ് യേശു ക്രിസ്തു ഈ ലോകത്തിൽ ജീവിച്ചത്. So Jesus Christ could overcome every temptation because the life of God was in him. യേശു ക്രിസ്തുവിന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ ജീവനെ കൊടുത്തത് കൊണ്ട്, ആ ജീവന്റെ ബലം കൊണ്ടാണ് യേശു ക്രിസ്തു ഓരോ പരീക്ഷകളും നേരിട്ടത്, പിശാചിന്റെ തന്ത്രങ്ങളെ നേരിട്ടത്, അതിന്റെ മേൽ ജയം നേടിയത്. യേശു ക്രിസ്തു ദൈവത്തിന്റെ പുത്രൻ ആയതുകൊണ്ടല്ല, അങ്ങനെ വിശുദ്ധിയുള്ള ഒരു ജീവിതം ജീവിച്ചത്.
യേശു ക്രിസ്തു എന്നെ പോലെ നിങ്ങളെ പോലെ മനുഷ്യനായിരുന്നു. വ്യത്യാസം എന്താണ് എന്ന് ചോദിച്ചാൽ, യേശു ക്രിസ്തുവിൽ ദൈവത്തിന്റെ ജീവൻ ഉണ്ടായിരുന്നു. ഇല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് യേശു ക്രിസ്തുവിൽ ഉണ്ടായിരുന്നു. യേശു ക്രിസ്തുവിൽ ഉണ്ടായിരുന്ന പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ ജീവനെ യേശു ക്രിസ്തുവിന് ഉള്ളിന്റെ ഉള്ളിൽ കൊടുത്തത് കൊണ്ടാണ് യേശു ക്രിസ്തു ആ ദൈവത്തിന്റെ ജീവന്റെ പ്രമാണത്തിന്റെ കീഴിൽ ആയതുകൊണ്ടാണ് പാപം ചെയ്യാതെ ഈ ലോകത്തിൽ നടന്നത്. അതാണ് റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൽ ആ സെയിം ലൈഫിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. പരിശുദ്ധാത്മാവ് യേശു ക്രിസ്തുവിൽ ഏത് ലൈഫിനെ ഉത്പാദിപ്പിച്ചോ, ഇല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് മനുഷ്യപുത്രനായ യേശു ക്രിസ്തുവിനെ ഏതൊരു ജീവൻ കൊടുത്തോ, ആ ജീവനെ നമുക്ക് നൽകുന്ന കാര്യത്തെക്കുറിച്ചാണ്, ആ സെയിം ലൈഫ് നമുക്ക് തരുന്ന കാര്യത്തെക്കുറിച്ചാണ് റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് പ്രസ്താവിച്ചുകൊണ്ടിരിക്കുന്നത്. The life that Jesus lived on this earth as a son of man for 33.5 years, the same life that Holy Spirit is going to bring in us. അതാണ് സുവിശേഷം എന്ന് പറയുന്നത്. എന്താണ് സുവിശേഷം? കാരണം പഴയ നിയമത്തിൽ ജീവിച്ച ആർക്കും ഇങ്ങനെ ഉള്ള ഒരു അവസരം, ഇങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയില്ല. എന്നാൽ പുതിയ നിയമത്തിലുള്ള നമുക്കോ എന്താണ് ഭാഗ്യം എന്ന് ചോദിച്ചാൽ, ആരെല്ലാം ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന, ആരെല്ലാം ജീവന്റെ ആത്മാവിന്റെ പ്രമാണത്തിന്റെ കീഴിൽ വരുന്നുണ്ടോ, അവരുടെ ഉള്ളിൽ ഈ പരിശുദ്ധാത്മാവ് യേശു ക്രിസ്തുവിൽ ഉത്പാദിപ്പിച്ച ആ ജീവനെ തന്നെ, സെയിം ലൈഫ് എന്നിലും നിങ്ങളിലും ഉത്പാദിപ്പിക്കുന്നു, എനിക്കും നിങ്ങൾക്കും തരുന്നുണ്ട്. അതാണ് ഗാസ്പൽ എന്ന് പറയുന്നത്, സുവിശേഷം എന്ന്. So 33.5 years, the life of Jesus, the life that has in Jesus, overcame sin, overcame temptations, overcame Satan on this earth. 33.5 വർഷം ഈ ലോകത്തിൽ മനുഷ്യപുത്രനായ യേശു ക്രിസ്തു ജീവിച്ചപ്പോൾ, ആ ജീവനെ കൊണ്ട് യേശു ക്രിസ്തു പാപത്തെ ജയിച്ചും, പരീക്ഷകളെ ജയിച്ചും, സാത്താനെയും ജയിച്ചു. അത് മാത്രമല്ല, that life obeyed God. That life fulfilled God's plans and purposes. അപ്പൊ യേശു ക്രിസ്തുവിൽ ഉണ്ടായിരുന്ന ജീവൻ എപ്പോഴും പിതാവായ ദൈവത്തിന്റെ വചനങ്ങളെ അനുസരിച്ചിട്ടാണ് ജീവിച്ചത്, വാക്കുകളെ അനുസരിച്ചിട്ടാണ് ജീവിച്ചത്. അത് മാത്രമല്ല, യേശു ക്രിസ്തുവിൽ ഉണ്ടായിരുന്ന ആ ജീവൻ എപ്പോഴും ദൈവത്തിന്റെ ഇഷ്ടം ചെയ്തുകൊണ്ടാണ് ജീവിച്ചത്. ദൈവത്തിന്റെ ഉദ്ദേശങ്ങളെയാണ് അത് നിറവേറ്റിയത്. ആ ലൈഫാണ് പരിശുദ്ധാത്മാവ് നമുക്ക് തരാൻ, നമ്മുടെ ഉള്ളങ്ങളിൽ ഉത്പാദിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. So do you know that so-called spiritual people are satisfied with a kind of superficial and emotional experiences? So നിങ്ങൾക്കറിയാമോ, ഇന്നത്തെ കാലഘട്ടത്തിൽ ചില മെജോറിറ്റി ക്രിസ്ത്യൻസ് അവർ ചില ഈ സൂപ്പർഫിഷ്യൽ ആൻഡ് ഇമോഷണൽ എക്സ്പീരിയൻസസ് അവർക്ക് ഉണ്ടായത് കൊണ്ട് അവർ വിചാരിക്കും ഇത് പരിശുദ്ധാത്മാവിന്റെ എക്സ്പീരിയൻസ് ആണ്, പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ആയിരിക്കുന്ന ഒരു എക്സ്പീരിയൻസ് ആണ്, പരിശുദ്ധാത്മാവ് എന്റെ കൂടെ ഉണ്ട്, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം എന്റെ കൂടെ ഉണ്ട് എന്ന് തെളിയിക്കുന്ന എക്സ്പീരിയൻസസ് എന്നാണ് അവർ വിശ്വസിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. So they think when the Holy Spirit comes, He will give this kind of superficial and emotional experiences. പരിശുദ്ധാത്മാവ് അവരെ തൊടുമ്പോൾ ഇങ്ങനെയുള്ള ഒരു ഇമോഷണൽ ഫീലിങ്സ് അവർക്കുണ്ടാകും എന്നാണ് പറയുന്നത്.
പരിശുദ്ധാത്മാവോടെ തൊടുമ്പോൾ ഇങ്ങനെയുള്ള സൂപ്പർഫിഷ്യൽ എക്സ്പീരിയൻസുകൾ ഉണ്ടാകും എന്നാണ് പറയുന്നത്. So, even many church leaders, they are trying to satisfy the emotional life or emotional feeling of believers. ഇവൻ പള്ളികളിലും നടക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ, പല അച്ഛന്മാരും തിരുമേനിമാരും സുവിശേഷകരും ആത്മായരും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ, വരുന്ന ആളുകളുടെ ഇമോഷണൽ ഫീലിങ്സിനെ ടച്ച് ചെയ്യുക. അവരുടെ ഇമോഷണൽ ഫീലിങ്സിനോടാണ് ഇവർ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെ ഇവർ കൊടുക്കുന്ന ഒരു ഇന്റർപ്രിട്ടേഷൻ ആണ് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നുണ്ട്, പരിശുദ്ധാത്മാവ് തൊടുന്നുണ്ട്, പരിശുദ്ധാത്മാവിന്റെ നിറവ് എന്നിങ്ങനെയുള്ള ഇന്റർപ്രിട്ടേഷൻസ് ആണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, all such experiences are external, because such experiences will not touch your spirit. സോ അതെല്ലാം പുറമേയുള്ള ചില അനുഭവങ്ങളാണ്. എന്നാൽ ആ അനുഭവങ്ങൾ ഒരിക്കലും എൻ്റെ ആത്മാവിനെ അത് തൊടുന്നില്ല. എൻ്റെ ഇമോഷണൽ ഫീലിങ്സിനെ അത് തൊടുന്നുണ്ട്, എൻ്റെ മൈൻഡിനെ അത് തൊടുന്നുണ്ട്, എന്നാൽ എൻ്റെ ആത്മാവിനെ അത് തൊടുന്നില്ല. അവിടെയാണ് പ്രശ്നം. So these church leaders, spiritual leaders try to awaken the emotional feelings of the believers, but they fail to awaken the spirit of believers. So അതായത് അവർ ഈ മൈൻഡിലും ഇമോഷണൽ ഫീലിങ്സിനെയാണ് അവർ ഉണർത്തുന്നത്, എന്നാൽ ഒരു ആത്മീകമായിട്ടുള്ള ഒരു ഉണർവ് ആത്മാവിൽ വരാൻ അവരൊന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അത് വലിയ ഒരു ചെരിവാണ്. ആക്ച്വലി ഉണർവ് വരേണ്ടത് ആത്മാവിലാണ്. ആത്മാവിനെയാണ് ഉണർവ് വേണ്ടിയത്. So actually, do you know that these kinds of superficial and emotional experiences are like the wrappings? Wrappings എന്ന് പറഞ്ഞാൽ in which the diamonds of gold comes. അതായത് നിങ്ങൾക്കറിയാമോ, ഈ ഡയമണ്ട് ഇല്ലെങ്കിൽ ഗോൾഡിനെ പാക്ക് ചെയ്യുന്ന റാപ്പേഴ്സ്, കളർ പേപ്പേഴ്സ് ഓർ കളർ ബോക്സസ്, അല്ലെങ്കിൽ അതിനെ കെട്ടുന്ന റിബൺസ്, അത് വളരെ ബ്യൂട്ടിഫുൾ ആയിരിക്കും, മനോഹരമായിരിക്കും, കളർഫുൾ ആയിരിക്കും. എന്നാൽ ഈ കൊച്ചു കുഞ്ഞുങ്ങളുണ്ടല്ലോ, so if you see little babies or small children, so they are occupied with these wrappings, color papers or ribbons. അപ്പൊ അവർക്ക് ഇത് കിട്ടിയാൽ മതി, ഇത് കാണുമ്പോൾ തന്നെ അവർ കൈകൊണ്ട് അത് എടുക്കും, അതിനെ ഒത്തിരി സ്നേഹിക്കും, അതിനെ കറ്റിപ്പിടിക്കും. സോ അതുകൊണ്ട് അവർ കടക്കുമ്പോഴോ അത് കയ്യിലെയോ തൊട്ടടുത്ത് വെച്ചുകൊണ്ടാണ് നടക്കുന്നത്, കാരണം ദേ ആർ സോ അട്രാക്റ്റീവ്. സോ അത് കുഞ്ഞുങ്ങളുടെ ഒരു സ്വഭാവമാണ്. എക്സ്റ്റേണൽ റാപ്പിംഗ്സ് ആണ്, എക്സ്റ്റേണൽ ബോക്സസ് ആണ്, കളർഫുൾ ബോക്സസ് ആണ്. കുഞ്ഞുങ്ങൾക്ക് അതാണ് ഇഷ്ടം. എന്നാൽ ബുദ്ധിയുള്ള മെച്യൂർഡ് ആയിട്ടുള്ള ആളുകളോ, but matured people are not occupied with these beautiful external wrappings or color papers or with ribbons. അവരെന്താണ് നോക്കുന്നത്? they like inside the wrappings, അല്ലെങ്കിൽ they like inside boxes. അതിനകത്ത് എന്താ ഉണ്ട്? അതിനകത്ത് ഡയമണ്ട് ഗോൾഡ് ആണ് അവർക്ക് വേണ്ടിയത്. അവർക്ക് ഈ റാപ്പിംഗ്സ് കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. ബട്ട് ഇൻസൈഡ് ദർ ഈസ് പീസ് ഓഫ് ഡയമണ്ട്, ഇല്ലെങ്കിൽ പീസ് ഓഫ് ഗോൾഡ്. സോ അത് വളരെ പ്രഷ്യസ് ആയിട്ടുള്ളത്, വാല്യുബിൾ തിങ്സ് ആണ്. അപ്പൊ അതാണ് മെച്യൂർഡ് ആയിട്ടുള്ളവർ നോക്കുന്നത്. ഈ റാപ്പിംഗ്സ്, പേപ്പേഴ്സ് അവർക്ക് ഒരു വിഷയമാണ്. സോ എന്നാൽ ടുഡേ so many Christians are occupied with the wrappings called emotional experiences and superficial experiences on the outside. So ഇന്ന് അനേക ക്രിസ്ത്യാനികൾ അട്രാക്റ്റീവ് ആയിരിക്കുന്നത് ഈ ഇമോഷണൽ ഫീലിങ്സിനെയാണ്.
ചില സൂപ്പർഫിഷ്യൽ എക്സ്പീരിയൻസിനെയാണ്. But what is required or what is important is the diamond or gold that is inside, which is the life of Jesus Christ. എന്നാൽ വളരെ 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 പ്രധാനപ്പെട്ടത് എന്താണ് എന്ന് ചോദിച്ചാൽ, ആ റാപ്പിംഗ്സിന്റെ അകത്തുള്ള യേശു ക്രിസ്തുവിന്റെ ജീവനാണ്. ആ ജീവൻ ഡയമണ്ടിനും ഗോൾഡിനും തുല്യമായിട്ടുള്ളതാണ്, വളരെ വിലപ്പെട്ടതാണ്. ഇന്ന് ആർക്കും ഈ ജീവൻ വേണ്ട. ജസ്റ്റ് ഔട്ട്വേർഡ് ഇമോഷണൽ എക്സ്പീരിയൻസസ്, സൂപ്പർഫിഷ്യൽ എക്സ്പീരിയൻസസ് മതി. എത്രയോ പേര് ബഹളം വെക്കും, കൈത്തട്ടും, ശബ്ദമുണ്ടാക്കും, അന്യഭാഷയിൽ സംസാരിക്കും, ഡാൻസ് ചെയ്യും, താഴെ വീണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഊരുണ്ടും ഭയങ്കര ആക്ഷൻസ് കാണിക്കും, ഉച്ച ശബ്ദത്തിൽ സംസാരിക്കും, പ്രൊഫസി പറയും. എന്നാൽ പ്രശ്നം എന്താണ് എന്ന് ചോദിച്ചാൽ, so they don't have the life of Jesus Christ inside. ഇപ്പൊ പരിശുദ്ധാത്മാവ് അവരുടെ ഉള്ളിൽ ക്രിസ്തുവിന്റെ ജീവനെ ഉത്പാദിപ്പിച്ചിട്ടില്ല, ക്രിസ്തുവിന്റെ ജീവനെ അവർക്ക് നൽകിയിട്ടില്ല. അവരുടെ ജീവൻ ക്രിസ്തുവിന്റെ ജീവന്റെ നിയന്ത്രണത്തിലല്ല, ജീവന്റെ ആത്മാവിന്റെ പ്രമാണത്തിന്റെ കൺട്രോളിലല്ല. ജസ്റ്റ് റാപ്പിംഗ്സ് കൊണ്ടാണ് അവർ നടക്കുന്നത്. സോ അത് വലിയ ചതിവാണ്. So people say that they have encountered the superficial experience or emotional experiences of the Holy Spirit. But look at their life. They haven't received the life of Jesus Christ. They are not controlled by the ജീവന്റെ ആത്മാവിന്റെ പ്രാണം കൊണ്ട് കൺട്രോൾ ആയിട്ടില്ല. സോ അതുകൊണ്ട് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. If the Holy Spirit brings the life of Jesus Christ to you, or if the life of Jesus comes into you, then you will have the ability to overcome sin. Then you will have the ability to overcome anger. You have the ability to overcome lust or love of money. So you will have the ability to overcome bitterness, jealousy, strife, or envy, and you will have the ability to overcome temptation. So അതാണ് പവർ എന്ന് പറയുന്നത്. സോ ആ ബലത്തിലാണ് നമ്മൾ ക്രിസ്തീയ ജീവിതം ജീവിക്കേണ്ടത്. അല്ലാതെ ചുമ്മാ എന്തൊക്കെയോ കാണിച്ചിട്ട് ആഴ്ചയിൽ ഒരിക്കൽ പള്ളി പോയിട്ട് വരുന്നതല്ല ക്രിസ്തീയ ജീവിതം. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ ജീവൻ കൊണ്ട് ജീവിക്കുന്നതാണ് ക്രിസ്തീയ ജീവിതം. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ക്രിസ്ത്യൻ പേര് വെച്ചുകൊണ്ട് നടക്കുന്നത്. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഞായറാഴ്ച പള്ളി പോയിട്ട് വരുന്നതല്ല. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് കുർബാന കൊള്ളുന്നതല്ല. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ബൈബിൾ വായിക്കുന്നതല്ല. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ക്രിസ്തുവിന്റെ ജീവൻ കൊണ്ട് ജീവിക്കുന്നതാണ്, ക്രിസ്തുവിന്റെ ജീവൻ കൊണ്ട് നടക്കുന്നതാണ്. ക്രിസ്തുവിന്റെ ജീവൻ വന്നേ പറ്റത്തുള്ളൂ. ക്രിസ്തുവിന്റെ ജീവൻ ഇല്ലെങ്കിൽ, പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ക്രിസ്തുവിന്റെ ജീവനെ ഉത്പാദിപ്പിച്ചിട്ടില്ലെങ്കിൽ അവൻ ക്രിസ്തുവിനുള്ളവനെ അല്ല. There is a difference between the gifts of the Holy Spirit and emotions. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഇമോഷൻസ് എന്താണ്, പരിശുദ്ധാത്മാവിന്റെ വരം എന്താണ് എന്നുള്ളത് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കണം. ഇമോഷൻസ് ആർ നോട്ട് നെസസറിലി ദ ഗിഫ്റ്റ്സ് ഓഫ് ദി ഹോളി സ്പിരിറ്റ്. അപ്പൊ ഇമോഷൻസ് എന്ന് പറയുന്നത് ചിലപ്പോ ഭയങ്കര കരച്ചിലായിരിക്കും, ഭയങ്കര സന്തോഷമായിരിക്കും. ചിലരൊക്കെ ഏതോ ഒരു ക്ലൗഡ് നയനിലായിരിക്കും ഈ ആരാധിക്കുന്ന സമയത്ത്, കണ്ണൊക്കെ അടച്ചിട്ട് കൈയൊക്കെ ഉയർത്തിയിട്ട്. സോ അതെല്ലാം അല്ല ആക്ച്വലി.
See, gifts of the Holy Spirit are abilities, abilities or supernatural abilities given by God. അതാണ് പരിശുദ്ധാത്മാവിന്റെ ഗിഫ്റ്റ്സ് എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയാണ് ദൈവം ഈ എബിലിറ്റീസിനെ നമുക്ക് തരുന്നത് എന്ന് ചോദിച്ചാൽ, God helps us by giving supernatural abilities in order to serve other people. എന്തിനു വേണ്ടിയാണ് ഈ ഗിഫ്റ്റ് തരുന്നത്? ദൈവം ഈ ഗിഫ്റ്റുകളൊക്കെ തന്ന് നമ്മെ സഹായിക്കുന്നത് എന്തിനു വേണ്ടിയാണ് എന്ന് ചോദിച്ചാൽ, മറ്റുള്ളവരെ ശുശ്രൂഷിക്കാൻ ശക്തരാകണം. ആ ശക്തി ലഭിക്കുന്നത് തന്നെ, ആ എബിലിറ്റീസ് ലഭിക്കുന്നത് തന്നെ ദൈവം തരുന്ന ഈ ഗിഫ്റ്റിൽ കൂടിയാണ്. അപ്പൊ ഗിഫ്റ്റ് എന്തിനു വേണ്ടിയാണ് എന്ന് ചോദിച്ചാൽ, മറ്റുള്ളവരെ ക്രിസ്തുവിൽ വളർത്താൻ വേണ്ടിയാണ്, മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടിയാണ്, മറ്റുള്ളവരെ ആത്മീകമായിട്ട് വളർത്താൻ വേണ്ടിയാണ്, മറ്റുള്ളവരെ ക്രിസ്തുവിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ്, മറ്റുള്ളവരെ ക്രിസ്തുവിലേക്ക് നയിക്കാൻ വേണ്ടിയാണ്, മറ്റുള്ളവർക്ക് ക്രിസ്തുവിന്റെ സ്നേഹം നൽകാൻ വേണ്ടിയാണ് ഈ എബിലിറ്റീസ്, ഗിഫ്റ്റ്സ് എന്ന് പറയുന്നത്. അല്ലാതെ ഇന്ന് നമ്മൾ നോക്കുന്നതെല്ലാം ഗിഫ്റ്റ്സ് എന്ന് ഒരിക്കലും നിങ്ങൾ ചിന്തിച്ച് ചതിക്കപ്പെടരുത്. അതാണ് ആത്മാവിൽ നടക്കണം. ആത്മാവിൽ എങ്ങനെ നടക്കണം, അതിന്റെ ലോകത്തിൽ നടക്കുന്ന ഒരു വ്യാജ്യ രീതികളെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തത്. So we need to be wise and careful in these days because of the deception in Christendom. ഇന്ന് ക്രിസ്ത്യാനികളുടെ മധ്യത്തിൽ വലിയ ചതിയുടെ കാര്യങ്ങളാണ് നടക്കുന്നത്. എല്ലാം റോങ് ടീച്ചിങ്സ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇമോഷണൽ ഫീലിങ്സിനെ ടച്ച് ചെയ്തുകൊണ്ട് ആളുകളെ കൂട്ടിച്ചേർത്തിട്ട് ഒരു ക്ലബായിട്ട് നടത്താൻ വേണ്ടി എന്തൊക്കെ വേണോ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ വലിയ ആത്മീയത ഉണ്ടെന്നാണ് ഇമ്മച്യൂർഡ് ആയിട്ടുള്ള ക്രിസ്ത്യാനികൾ വിശ്വസിച്ച് നടക്കുന്നത്. എന്നാൽ the whole purpose of God sending His Holy Spirit, or the whole purpose of God sending His Son Jesus Christ, is to judge our sins in the flesh of Jesus Christ once for all on the cross of Calvary. പരിശുദ്ധാത്മാവിനെ ഈ ലോകത്തിൽ അയക്കാനും യേശു ക്രിസ്തുവിനെ ഈ ലോകത്തിൽ പിതാവായ ദൈവം അയച്ചു തരാനും ഉള്ള ഉദ്ദേശം എന്താണ് എന്ന് ചോദിച്ചാൽ, യേശു ക്രിസ്തുവിന്റെ ശരീരത്തിൽ ക്രൂശിന്മേൽ എന്റെ പാപത്തിനെ ന്യായവിധി വിധിക്കാൻ വേണ്ടി മാത്രമാണ്. പാപം വലിയ പ്രശ്നമാണ്. ഹ്യൂമൻ ബീയിങ്സിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ മുമ്പിൽ മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ് എന്ന് ചോദിച്ചാൽ, ഇറ്റ് ഈസ് നോട്ട് എ ഹെൽത്ത് ഇഷ്യൂ, ഇറ്റ് ഈസ് നോട്ട് എ ഫൈനാൻഷ്യൽ ഇഷ്യൂ. ഏതാണ് ഇഷ്യൂ? പാപമാണ്. ദൈവം പാപത്തെ സീരിയസ് ആയിട്ട് കാണുന്ന ഒരു ദൈവം. അതുകൊണ്ടാണ് ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് എന്താണ്? ജഡത്തെയല്ല ആത്മാവിനെ അത്രേ അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിന്റെ നിവൃത്തിയാകേണ്ടതിന് തന്നെ എന്ന് പറയുന്നു. ഇവിടെ ഒരു വാക്ക് നമ്മൾ ശ്രദ്ധിക്കണം. അതായത് ഈ വചനത്തിൽ പറയുന്നത്, those who do not walk according to the flesh but according to the spirit എന്നാണ്. ജഡത്തെയല്ല ആത്മാവിനെ അത്ര അനുസരിച്ച് നടക്കണം എന്നാണ് പറയുന്നത്. എന്താണ് അതിന്റെ അർത്ഥം എന്ന് ചോദിച്ചാൽ, this teaches us that Christian life is moment by moment. അതായത് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഓരോ മൂമെന്റും ദൈവത്തിൽ ആശ്രയിച്ച് നടക്കുന്നതാണ്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആണ്. അതാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. there is no such thing as once for all experience of perfection and holiness. അതായത് യേശു ക്രിസ്തുവിൽ വന്നതുകൊണ്ട് പരിപൂർണമായിട്ടുള്ള ഒരു പെർഫെക്ഷനും പരിപൂർണമായിട്ടുള്ള വിശുദ്ധിയും പരിപൂർണമായിട്ടുള്ള ഒരു പരിപൂർണതയിലേക്ക് നമുക്ക് ഒരിക്കലും എത്താൻ പറ്റത്തില്ല. അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആണ്.
സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആണ് ഈ ഹോളിനെസ് ആൻഡ് പെർഫെക്ഷൻ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത്. സോ അതിനെ വി ഹാവ് ടു വാക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്, മൊമെന്റ് ബൈ മൊമെന്റ്. ഓരോ ദിവസവും നമ്മൾ പടിപടിയായിട്ട് നടക്കണം. As somebody said, ഒരാൾ ഇങ്ങനെയാണ് പറഞ്ഞത്, the journey of 1000 miles begins with one step. 1000 മൈലുടെ ഒരു യാത്ര ഉണ്ടല്ലോ, അത് ആരംഭിക്കുന്നത് തന്നെ നമ്മൾ ആദ്യം എടുത്തിടുന്ന ആ സ്റ്റെപ്പിൽ കൂടിയാണ്, ആ വൺ സ്റ്റെപ്പിൽ കൂടിയാണ് അത് ആരംഭിക്കുന്നത് എന്നാണ് പറയുന്നത്. സോ ഹൗ ഡു വി കംപ്ലീറ്റ് 1000 മൈൽസ്? നമ്മൾ എങ്ങനെയാണ് ഈ 1000 മൈൽസിന്റെ യാത്ര കംപ്ലീറ്റ് ചെയ്യുന്നത്? ബൈ ടേക്കിംഗ് മെനി സ്റ്റെപ്സ്. സോ ബട്ട് ദീസ് 1000 മൈൽസ് ജേർണി ബിഗിൻസ് വിത്ത് വൺ സ്റ്റെപ്പ്. അതാണ് നമ്മൾ ക്രിസ്തീയ ജീവിതത്തിലും മനസ്സിലാക്കേണ്ടത്. കാരണം ക്രിസ്ത്യൻ ലൈഫ് ഈസ് ലൈക്ക് എ റേസ്. So in the race, the runner puts one foot forward and another foot forward. അപ്പൊ ഒരു റേസിൽ, റണ്ണിങ് റേസിൽ ഓടുന്ന ഒരാൾ എങ്ങനെയാണ്? ആദ്യം റൈറ്റ് പിന്നെ ലെഫ്റ്റ് കാൽ ഇങ്ങനെ ഇട്ടുകൊണ്ടാണ് അവൻ ഓടുന്നത്. അതുപോലെയാണ് ക്രിസ്തീയ ജീവിതം. സോ അവൻ ഇങ്ങനെ ഓടി 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 അവസാനം ആ ഡെസ്റ്റിനിയിലോട്ടാണ് അവൻ വരുന്നത്. സോ അതുപോലെ തന്നെയാണ് ഇവിടെയും പറയുന്നത്, ക്രിസ്ത്യൻ ലൈഫ് ഇസ് എ വാക്ക്. സോ ഇൻ ദിസ് വാക്ക് വി ചൂസ് ടു വാക്ക്. ഇതിന്റെ വിശേഷത എന്താണ് എന്ന് ചോദിച്ചാൽ, ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് അത് നടക്കുന്ന ഒരു ജീവിതമാണ്. വി ഹാവ് ടു വാക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്, മൊമെന്റ് ബൈ മൊമെന്റ്. എന്നാൽ നടക്കണോ വേണ്ടായോ എന്ന് നമ്മളാണ് തീരുമാനിക്കുന്നത്, നമ്മളാണ് ചൂസ് ചെയ്യുന്നത്, നമ്മളാണ് ഡിസൈഡ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ചൂസ് ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിൽ, നമ്മുടെ ഡിസിഷൻസിന്റെ, നമ്മുടെ തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിൽ ആയിരിക്കും നമ്മുടെ ക്രിസ്തീയ ജീവിതം. സപ്പോസ് എക്സാമ്പിൾ നമ്മൾ നോക്കിയാൽ, ഇറ്റ് ഈസ് യു ഡിസൈഡ് or you choose to put your left foot forward and then you choose to put your right foot forward. So ഒരു ദിവസം നമ്മള് ഇടത്ത് കാലിട്ടു. സോ പിന്നെ നമ്മൾ വിചാരിക്കും നെക്സ്റ്റ് റൈറ്റ് ലെഗ്, ഇല്ലെങ്കിൽ നമ്മൾ വലത്ത് കാല് മുൻപോട്ട് ഇടണോ വേണ്ട എന്ന് നമ്മൾ തീരുമാനിക്കണം. നമ്മൾ ഡിസൈഡ് ചെയ്യണം, നമ്മൾ ചൂസ് ചെയ്യണം. സോ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് മുൻപോട്ട് പോകാം. സോ ഇഫ് യു വാണ്ട് ടു സ്റ്റോപ്പ്, യു ക്യാൻ സ്റ്റോപ്പ് വാക്കിംഗ്. അപ്പൊ നിങ്ങൾക്ക് നടക്കുന്നത് വേണ്ട, സോ സ്റ്റോപ്പ് ചെയ്യണമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. ഇഫ് യു വാണ്ട്, യു ക്യാൻ ഗോ ബാക്ക്വേർഡ്. എനിക്ക് പുറകോട്ട് പോയാൽ മതി, ഇനി മുൻപോട്ട് പോകാൻ എനിക്ക് ഇഷ്ടമില്ല എന്ന് പറഞ്ഞാൽ പുറകോട്ട് പോകാൻ പറ്റും. അങ്ങനെ എത്രയോ പേര് വിശ്വാസത്തിൽ നിന്ന് പുറകോട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നവരും നമ്മുടെ കൂട്ടത്തിലുണ്ട്. സോ ഇല്ല, എനിക്ക് ഇരുന്നാ മതി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇരിക്കാം. സോ വി ക്യാൻ സിറ്റ് സംവെയർ ഐഡിലായിട്ട്. അങ്ങനെയുള്ള ക്രിസ്തീയ ജീവിതം ജീവിക്കുന്നവരും ഒരുപാട് പേരുണ്ട്. സോ അത് ആത്മീയ ജീവിതത്തിലും അതുപോലെ തന്നെയാണ്. സോ പരിശുദ്ധാത്മാവോട് കൂടെ നടക്കുന്നതും അതുപോലെ തന്നെയാണ്. സോ ദൈവം ആരെയും കമ്പൽ ചെയ്തില്ല. God does not compel us. God does not compel anybody to do anything. ദൈവം ആരെയും ഫോഴ്സ് ചെയ്തില്ല. ഇല്ല, നീ നടക്കണം, നീ ഇരിക്കേണ്ട, നീ ഇത് ചെയ്തേ പറ്റത്തുള്ളൂ എന്നങ്ങനെ ഫോഴ്സ് ചെയ്യത്തില്ല. So God doesn't even compel people to go to heaven. So സ്വർഗത്തിൽ പോകണമെന്ന് ദൈവം ആരെയും ഫോഴ്സ് ചെയ്യുന്നില്ല. നിങ്ങൾ എവിടെയാണ് കണ്ടിട്ടുണ്ടോ ദൈവം ഫോഴ്സ് ചെയ്യുന്നത്, എല്ലാരെയും വലിച്ചോണ്ട് പോകുന്നത്? അങ്ങനെ ദൈവം ഫോഴ്സ് ചെയ്തായിരുന്നെങ്കിൽ ലോകത്തിലുള്ളവരെല്ലാം ക്രിസ്ത്യാനികളായി പോയി. And God doesn't stop people going to eternal hell. നിങ്ങൾക്കറിയാമോ, നരകത്തിൽ പോകുന്നവരെ പോലും ദൈവം സ്റ്റോപ്പ് ചെയ്യുന്നില്ല. If somebody wants to live in sin,
God doesn't stop him. ആർക്കെങ്കിലും പാപത്തിൽ ജീവിക്കണം, എനിക്ക് പാപമാണ് ഇഷ്ടം എന്ന് പറഞ്ഞാൽ ദൈവം അവനെ ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യത്തില്ല. നീ പാപത്തിൽ തന്നെ ജീവിക്കാൻ പറയും, പാപത്തിൽ തന്നെ സന്തോഷിക്കാൻ പറയും. If somebody rejects the salvation that Jesus Christ has purchased for us, ഒരാള് രക്ഷ എനിക്ക് വേണ്ട, ഓ അതെന്തോ രക്ഷയാ, അങ്ങനെയുള്ള രക്ഷയെ എനിക്ക് വേണ്ട എന്ന് റിജക്ട് ചെയ്താൽ ദൈവം ഒരിക്കലും അവരെ ഫോഴ്സ് ചെയ്യത്തില്ല. So കാരണം God honors everyone's decision and everyone's freedom. God will not force anyone to accept him as God. But ദൈവം ഒരു വിഷയത്തില് ആരെയും ഫോഴ്സ് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ഒരു കാലത്തിൽ ആത്മീകമായിട്ട് തീക്ഷ്ണതയുള്ളവരെല്ലാം ഇപ്പോ പിന്മാറിപ്പോയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ്. എത്രയോ പേര് ആത്മീകമായിട്ട് നല്ല ഉണർവോടെ ജീവിച്ചവരെല്ലാം ഇപ്പൊ തണുത്ത അവസ്ഥയിലാണ്. അവർക്കത് മതിയായി. ഇപ്പൊ കോംപ്രമൈസ്ഡ് ക്രിസ്ത്യൻസ് ആയിട്ടാണ് അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവം ആരെയും തടുക്കുന്നില്ല, ആരെയും സ്റ്റോപ്പ് ചെയ്യുന്നില്ല. ദൈവം എല്ലാവർക്കും സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. ഇറ്റ് ഈസ് അബ്സല്യൂട്ട്ലി അവർ ചോയ്സ് ആണ്, അവർ ഡിറ്റർമിനേഷൻ ആണ്, നമ്മുടെ ഡിസിഷൻ ആണ്. മുൻപോട്ട് പോകണം, പുറകോട്ട് പോകണം, ഇരിക്കണം, നടക്കണം, നമ്മൾ തീരുമാനിക്കുന്നത്. Even holiness is a matter of choice ആണ്. ഞാൻ വിശുദ്ധിയോടെ ജീവിക്കണോ വേണ്ടവൻ ഞാനാണ് തീരുമാനിക്കേണ്ടത്, ഞാനാണ് അങ്ങനെയുള്ള വഴിയെ ചൂസ് ചെയ്യേണ്ടത്. ഇറ്റ് ഈസ് എ മൊമെന്റ് ബൈ മൊമെന്റ് ചോയ്സ് ആണ്. നമ്മുടെ കുടുംബങ്ങളിൽ ഒരു കുഞ്ഞ് ജനിച്ച ഉടനെ ആരും നടക്കത്തില്ല. എന്നാൽ വളരും തോറും ആ കുഞ്ഞ് നടക്കാൻ പഠിക്കും. സ്ലോലി സ്ലോലി സ്ലോലി, ഇറ്റ് ടേക്സ് ടൈം. അതുപോലെ തന്നെയാണ് ഒരു വ്യക്തി ദൈവരാജ്യത്തിൽ പുതിയ സൃഷ്ടിയായിട്ട് അവൻ ജനിച്ച. If a person is born again by the life of Jesus or through the work of the Holy Spirit, അത് ക്രിസ്തീയ കുടുംബത്തിൽ ദൈവരാജ്യത്തിൽ ആത്മീക ജീവിതത്തിൽ ചെറിയ കുഞ്ഞാണ്. എന്താണ് ചെയ്യേണ്ടത്? He has to learn how to walk. അതുപോലെ തന്നെയാണ് it takes time to learn how to walk in the Holy Spirit. ആത്മാവിന് അനുസരിച്ച് നടക്കുന്നത് at a time, at once വരുന്ന ഒരു എക്സ്പീരിയൻസ് അല്ല. It takes a time. നമ്മുടെ ഇടയ്ക്കിടയ്ക്ക് വീഴണം, തട്ടിമുട്ടി വീണ് എഴുന്നേറ്റ് പിന്നെ നമ്മൾ സ്റ്റഡി ആയിട്ട് നടക്കും. എന്നാൽ നടക്കുന്നത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ട. അതാണ് ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, നിങ്ങൾ നടക്കണം. നിങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തിൽ എങ്ങനെ നടക്കണം എന്ന് നമ്മൾ പഠിക്കണം. ഇല്ലെങ്കിൽ നടക്കേണ്ടായോ വേണ്ട, ഒരിടത്ത് ഇരിക്കണം, പുറകോട്ട് പോകണം. ഇറ്റ് ഈസ് അബ്സല്യൂട്ട്ലി യുവർ ചോയ്സ് ആണ്. കുറെ വർഷങ്ങൾ മുൻപോട്ട് യാത്ര ചെയ്ത് പിന്നെ ഇതെന്തോ ബോറിങ്, മതി, പുറകോട്ട് പോയേക്കാമെന്ന് പോയി. പിന്നെ ഒത്തിരി ക്രിസ്ത്യൻസിന്റെ ജീവിതത്തിൽ അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. എന്താണ് ഇത് പഠിപ്പിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ദൈവം എല്ലാവർക്കും ഈ ഫ്രീ വിൽ എന്നുള്ള ഒരു ഗിഫ്റ്റ് തന്നിട്ടുണ്ട്. ഒരിക്കലും ആ ഫ്രീ വില്ലിനെ ദൈവം മനുഷ്യന്റെ ജീവിതത്തിൽ നിന്ന് എടുക്കത്തില്ല. ദൈവം അങ്ങനെയുള്ള ഒരു ഫ്രീ വിൽ മനുഷ്യന്റെ ജീവിതത്തിൽ നിന്ന് എടുത്താൽ, once God takes away our free will, എന്താണ് സംഭവിക്കുന്നത്? We no longer be free beings. നമ്മൾ ഒരിക്കലും ഒരു ഫ്രീ ആയിട്ടുള്ള, ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള, സ്വാതന്ത്ര്യമുള്ള ബീയിങ്സ് ആയിട്ട് മാറത്തില്ല. We become just like computerized robots ആണ്. റോബോട്ട്സിനെ എങ്ങനെ വേണമെങ്കിലും മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും, എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റും. അപ്പോ ദൈവത്തെ റോബോട്ട്സ് അല്ല വേണ്ടിയത്, മക്കളാണ് വേണ്ടിയത്. നമ്മുടെ വീട്ടിലും കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്.
കുഞ്ഞുങ്ങൾ ഉള്ളത് കൊണ്ട് മാതാപിതാക്കൾക്ക് എന്തെല്ലാം പ്രയാസമുണ്ട്. കാരണം ഒന്നാമതായിട്ട് നമ്മൾ അവർക്ക് വേണ്ടി ജീവിക്കുന്നു, എന്നാൽ കുഞ്ഞുങ്ങള് മാതാപിതാക്കൾ പറയുന്നതൊന്നും കേൾക്കത്തില്ല. അവിടെ പ്രവൃത്തി കൊണ്ടോ വാക്കുകൾ കൊണ്ടോ എത്രയോ പ്രാവശ്യം ഈ കുഞ്ഞുങ്ങൾ മാതാപിതാക്കളെ ഹർട്ട് ചെയ്യുന്നു. ഒരുപാട് പ്രയാസങ്ങൾ കൊണ്ടുവരുന്നു, പ്രശ്നങ്ങൾ കൊണ്ടുവരുന്നുണ്ട്, ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുണ്ട്, നഷ്ടങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് ആരും മക്കൾ വേണ്ട എന്ന് പറയുന്നില്ല. എന്നാൽ മക്കൾക്ക് പകരമായിട്ട് നമ്മൾ റോബോട്ട്സിനെ കൊണ്ടുവന്നാലോ, കമ്പ്യൂട്ടറൈസ്ഡ് റോബോട്ട്സിനെ വീട്ടിൽ വെച്ചാലോ ഒരിക്കലും അനുസരണ കാണിക്കത്തില്ല. നിങ്ങൾ എന്താണ് പറയുന്ന റോബോട്ട്സ് അത് തന്നെ ചെയ്യും. നിങ്ങളെ ഇറിറ്റേറ്റ് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് പ്രശ്നമുണ്ടാക്കുന്നില്ല, നിങ്ങളെ ഹേർട്ട് ചെയ്യുന്നില്ല, ചീത്തവാക്ക് പറയുന്നില്ല, തിരിച്ചു പറയുന്നില്ല, അനുസരണക്കേട് കാണിക്കുന്നില്ല, നിങ്ങളോട് പൈസ ചോദിക്കുന്നില്ല, ഡിമാൻഡ്സ് ഒന്നുമില്ല. ഏതെങ്കിലും ഒരു മൂലയ്ക്കകത്തിരിക്കും. ഡ്രസ് വേണ്ട, എഡ്യൂക്കേഷൻ വേണ്ട, ഡൊണേഷൻ വേണ്ട. അങ്ങനെ ഉണ്ടെങ്കിൽ മക്കളെ കാട്ടിലും റോബോട്ട്സ് മതിയല്ലോ. എന്നാൽ നമ്മുടെ മക്കൾ അത്ര അനുസരണക്കേട് കാണിച്ചാലും നമുക്ക് റോബോട്ട്സ് വേണ്ട, മക്കൾ മതി എന്ന് പലരും ആഗ്രഹിക്കാൻ കാരണം എന്താണ്? അതിൽ ഒരു സന്തോഷമുള്ളത് കൊണ്ടാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ സ്വർഗത്തിലുള്ള പിതാവ് നമ്മൾ അനുസരണക്കേട് കാണിച്ചാലും നമ്മൾ അതുപോലെയാണ്, ആ ദൃഷ്ടിയിൽ തന്നെയാണ് നമ്മളെ നോക്കുന്നത്, നമ്മളെ സഹായിക്കുന്നത്. നമ്മൾ യേശു ക്രിസ്തുവിൽ കൂടി ലഭിക്കുന്ന ആ രക്ഷയിലേക്ക്, ആ ഫ്രീഡമിലേക്ക്, ആ പുതിയ ജീവിതത്തിലേക്ക് വരാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. അതല്ലാതെ ദൈവത്തിന് വേറെ യാതൊരു ഉദ്ദേശവും ഇല്ല. അതാണ് ഇവിടെ പറഞ്ഞത്. വി ക്യാൻ ഫുൾഫിൽ ദ റൈച്ചസ് റിക്വയർമെന്റ് ഓഫ് ദ ലോ ഇൻസൈഡ് അവർ ഹാർട്ട്സ്. എങ്ങനെയാണ് നമ്മിൽ ന്യായപ്രമാണത്തിന്റെ നീതി നിവൃത്തിയാകുന്നത് എന്ന് ചോദിച്ചാൽ, in the hearts of those who choose moment by moment to walk according to the Spirit, not according to the promptings of the flesh, they are going to fulfill the righteous requirement of the law. അതായത് ഓരോ വ്യക്തിയും മൊമെന്റ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നടക്കുന്നു. അതായത് നമ്മുടെ ജഡം അനുസരിച്ച്, ജഡം പറയുന്നത് അനുസരിക്കാതെ ഉള്ളിന്റെ ഉള്ളിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നതിൽ കൂടിയാണ് നമ്മൾ ന്യായപ്രമാണത്തിന്റെ നീതിയെ നിവർത്തിയാക്കുന്നത്. So this teaches us that after our conversion, the flesh will still prompts us to sin. നമ്മൾ മനസ്സിലാക്കണം, ഇപ്പോൾ യേശു ക്രിസ്തുവിനെ അംഗീകരിച്ചു, രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നു, ദൈവത്തിന്റെ ഭവനത്തിൽ പുതിയ കുട്ടിയായിട്ട്, പുതിയ ശിശുവായിട്ട് ഞാൻ ജനിച്ചു, ക്രിസ്തീയ ജീവിതം ആരംഭിച്ചിരിക്കുന്നു. അങ്ങനെ ആരംഭിച്ചത് കൊണ്ട് എനിക്കും എന്റെ ശരീരത്തിൽ കൂടി പാപം ചെയ്യാനുള്ള ഒരു പ്രേരണ, ഒരു പ്രോംപ്റ്റ്സ് ഉണ്ടാകത്തില്ലെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. We are tempted, we are constantly tempted by our flesh ആണ്. അപ്പൊ ഈ ശരീരത്തിൽ നമ്മൾ വസിക്കുന്നത് വരെ ഈ ശരീരം പല രീതിയിൽ നമ്മളെ ടെംപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഈവൻ ജീസസ് വാസ് ടെംപ്റ്റഡ് till the end of his life. അപ്പൊ യേശു ക്രിസ്തു ജീവിതത്തിന്റെ അവസാനം വരെ ഈ ജഡം കൊണ്ട് യേശു ക്രിസ്തു അങ്ങനെ ടെംപ്റ്റ് ചെയ്യേണ്ടി വന്നു, പരീക്ഷിക്കപ്പെടേണ്ടി വന്നു. സോ യേശു ക്രിസ്തുവിന്റെ ടെംപ്റ്റേഷൻ ഇൻ ദി വിൽഡർനെസ് നമ്മൾ നോക്കിയാലും, അവിടെ സാത്താനോട് നടക്കുന്ന പല പരീക്ഷകളെ നോക്കിയാലും, അവിടെ എല്ലാം നമുക്ക് യേശു ക്രിസ്തു അതുപോലെ തന്നെ പരീക്ഷിക്കപ്പെട്ടു. അപ്പൊ ജഡത്തിൽ കൂടി നമുക്ക് പരീക്ഷകൾ ഉണ്ടാകും. ബട്ട് there is a power, ability, help to support us to overcome that. സോ അതാണ് പുതിയ നിയമം എന്ന് പറയുന്നത്. സോ 5-ാം വചനത്തിലേക്ക് വരുമ്പോൾ, 5-ാം വചനം എന്താണ് പറയുന്നത് എന്ന് നോക്കിയാൽ, 5-ാം വചനത്തിൽ പറയുന്നത്, ജഡസ്വഭാവമുള്ളവർ
ജഡത്തിലുള്ളതും ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു. ഇത് വളരെ ഇമ്പോർട്ടൻസ് ആണ്. For those who live according to the flesh set their minds on the things of the flesh, but those who live according to the Spirit set their minds on the things of the Spirit. Those who are according to the flesh set their mind on the things of the flesh. ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതാണ് അവർ ചിന്തിക്കുന്നത്. Then how do we know that man is according to the flesh? ഒരു മനുഷ്യൻ ജഡസ്വഭാവമുള്ളവൻ എന്ന് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? It is not primarily by his external actions. പുറമേ ഒരു വ്യക്തിയുടെ ജീവിതം കണ്ടിട്ട് നമുക്കത് പറയാൻ പറ്റത്തില്ല. If we look into a person's external actions, we can be deceived. കാരണം ഉദാഹരണം ഞാൻ പറയട്ടെ, ഒരാള് റെഗുലർ ആയിട്ട് പള്ളി പോകുന്നു, മീറ്റിംഗ്സിൽ പോകുന്നുണ്ട്, പ്രെയർ ചെയ്യുന്നുണ്ട്, ബൈബിൾ വായിക്കുന്നുണ്ട്, ഫാസ്റ്റിംഗ് ഉണ്ട്, അപ്പോൾ ചില മിഷണറി ആക്ടിവിറ്റീസ് ഇൻവോൾവ് ആയിട്ടുണ്ട്. സോ അതുകൊണ്ട് അവൻ ജഡത്തിലുള്ളവൻ അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. His mind is not set on the things of the flesh എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? സോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് എന്ന് ചോദിച്ചാൽ, ക്വസ്റ്റ്യൻ ഈസ് വേർ ഈസ് യുവർ മൈൻഡ്, നോട്ട് വേർ ഈസ് യുവർ ബോഡി. നമുക്ക് ചർച്ചിൽ പോകാം, ചർച്ചിൽ പോയി ആരാധനയുടെ മധ്യത്തിൽ നിൽക്കുമ്പോൾ വേർ ഈസ് യുവർ മൈൻഡ്? അവർ നമുക്ക് കൺവെൻഷനിൽ പോകാം, സാറിൽ നമുക്ക് അവിടെ ഇരിക്കാം, ബട്ട് വേർ ഈസ് യുവർ മൈൻഡ്? നമുക്ക് ഫാസ്റ്റിംഗ് ചെയ്യാൻ പറ്റും, മിഷണറി ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ആകാൻ പറ്റും, ബട്ട് വേർ ഈസ് യുവർ മൈൻഡ്? ആ സമയത്തെല്ലാം നമ്മുടെ മനസ്സിൽ മൈൻഡിൽ വരുന്നത് എന്താണ്? എങ്ങനെയുള്ള ആലോചനകളാണ്? നമ്മുടെ ബോഡി ഒരിടത്തും നമ്മുടെ മൈൻഡ് വേറെ ഒരിടത്തായിരിക്കും. സോ നമ്മൾ ആരാധനയിൽ ഇരിക്കുമ്പോഴും നമ്മുടെ മൈൻഡ് ജഡസംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലായാലും അങ്ങനെ സംഭവിക്കുമല്ലോ. പല സമയത്തും നമ്മൾ പ്രാർത്ഥനയിലാണ്, എന്നാൽ മൈൻഡ് എല്ലാം ലോകപ്രകാരമായിട്ടുള്ള കാര്യങ്ങളിലാണ്. അത് ആലോചിച്ചോ, കാര്യങ്ങൾ ചിന്തിച്ചോ, ഇമാജിൻ ചെയ്തുകൊണ്ടിരിക്കുക. So if your mind is on the things of the flesh, then you are in the flesh. Whatever religious activity you may be engaged in, ഒരു കാര്യം, ഞാൻ ഏതെല്ലാം റിലീജിയസ് ആയിട്ടുള്ള സ്പിരിച്വൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ആയാലും ഞാൻ ജഡത്തെയാണോ അനുസരിച്ച് ജീവിക്കുന്നത്, ആത്മാവിനെയാണോ അനുസരിച്ച് ജീവിക്കുന്നത് എന്ന് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഞാൻ ആത്മീകമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും എൻ്റെ മൈൻഡ് എവിടെയാണ്? അതാണ് ഞാനൊരു പ്രാർത്ഥനയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോഴും എൻ്റെ മൈൻഡ് ലോകത്തിലായാൽ, പാപങ്ങളുടെ ചിന്തയിലായാൽ, then ഞാൻ ആത്മീയനല്ല, ജഡീയനാണ്. So I am following the flesh. Those who are according to the Spirit, that means those who follow the Holy Spirit. അപ്പൊ അതെങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? How do you know that you are following the Holy Spirit? So the same manner, their mind is set on the things of the Spirit. സോ ചിലരൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ, അടുക്കളയിൽ എന്തെങ്കിലും ജോലി ചെയ്തിട്ടായിരിക്കാം, എന്തെങ്കിലും തിരക്കിലായിരിക്കാം, എന്നാൽ അവരുടെ ചിന്തയെല്ലാം, അയ്യോ ഞാൻ ബൈബിൾ വായിച്ചില്ല, പ്രാർത്ഥിച്ചില്ല, ഞാൻ പ്രാർത്ഥനയ്ക്ക് പോകണം, പെട്ടെന്ന് ഇത് തീർക്കണം, കുറച്ചു നേരം ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കണം. See, their mind is set on things of the Holy Spirit. അങ്ങനെയുള്ളവരും ഉണ്ട്. So you will know whether you are following the dictates of the flesh or the Holy Spirit by seeing where your mind is set. Not where your mind is tempted, but where it is set. ചില സമയത്ത് നമുക്ക് ചില
ടെംപ്ടേഷൻസ്, പരീക്ഷകളൊക്കെ വരാം. എന്നാൽ അതെല്ലാം ഇപ്പോ ഒരു പ്രയറിൽ ഇരിക്കുമ്പോൾ തന്നെ ഒരു തെറ്റായിട്ടുള്ള ഒരു ആലോചന വരും. അത് ടെംപ്ടേഷൻ ആണ്. ഉടനെ നമ്മൾ അലേർട്ടായി പോകും. അലേർട്ടായിട്ട് നമ്മുടെ കോൺസെൻട്രേഷൻ എല്ലാം നമ്മൾ മാറ്റും. ആ ഒരു തോട്ട് നമ്മുടെ മൈൻഡിൽ ഇനി അത് അവിടെ വസിക്കാനും അത് കാര്യം ചെയ്യാനും നമ്മൾ അനുവദിക്കത്തില്ല. സോ അങ്ങനെയുള്ള കാര്യമല്ല നമ്മൾ പറയുന്നത്. സോ അങ്ങനെയുള്ള കാര്യമല്ല ഇവിടെ അപ്പോസ്തലനായ പൗലോസ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ, ആൾറെഡി നമ്മുടെ മൈൻഡ് ഫിക്സ് ആയിട്ടുണ്ട് ചില കാര്യങ്ങളോ. സോ അതാണ് ഇവിടെ പറയുന്നത്. There may be thoughtful temptations enter your mind. സോ അതിനെക്കുറിച്ച് നിങ്ങൾ ബാധരാകില്ല. എന്നാൽ where your mind is set, അത് വളരെ 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 ഇമ്പോർട്ടന്റ്. സോ ഇവിടെ ഒരു പ്രശ്നം മനസ്സിലാക്കണം. ഇഫ് ഐ allow my mind to be set on the things of the Holy Spirit, then it will lead me to increase the life and increasing the peace. അവൻ നമ്മള് ആത്മാവിനെ അനുസരിച്ച് നടക്കുമ്പോൾ, കൂടുതലായിട്ട് പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിലാകുമ്പോൾ, അത് മാത്രമല്ല നമ്മള് ആത്മീക സ്വഭാവമുള്ളവരായിട്ട് ആത്മാവിനുള്ളവരായി നടക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ക്രിസ്തുവിന്റെ ജീവൻ, ക്രിസ്തുവിലുള്ള സമാധാനം വർദ്ധിച്ചു വരും. അത് മാത്രമല്ല, സോ വി വിൽ നോ ദ വിൽ ഓഫ് ഗോഡ്. അത് നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കണം. ആത്മാവിലുള്ളവരായാൽ, ആത്മാവിന്റെ സ്വഭാവമുള്ളവർ ആയാൽ, നമ്മൾ കൂടുതൽ കൂടുതൽ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ ഇഷ്ടം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ, 1 കൊരിന്ത്യർ 2-ാം അധ്യായം 10-11 വചനങ്ങൾ വായിക്കുമ്പോൾ അവിടെ പറയുന്നത്, നമുക്കോ ദൈവം തന്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. എന്താണ്? ആത്മാവ് സകലത്തെയും ദൈവത്തിന്റെ ആഴങ്ങളെയും അറിയുന്നു. മനുഷ്യനിലുള്ളത് അവനിലെ മാനുഷാത്മവല്ലാത്ത മനുഷ്യരിൽ ആരറിയും? ആവണ്ണം തന്നെ ദൈവത്തിലുള്ളത് ദൈവാത്മാവല്ലാതെ ആർ ഗ്രഹിച്ചിട്ടില്ല എന്ന്. അപ്പൊ മനുഷ്യനുടെ ഉള്ളിലുള്ളത് മനുഷ്യാത്മാവല്ലാതെ ആർക്ക് ഗ്രഹിക്കാൻ സാധിക്കത്തില്ല. അതുപോലെ തന്നെ ദൈവത്തിലുള്ളത് ദൈവത്തിന്റെ ആത്മാവല്ലാതെ വേറെ ആർക്കും അത് ഗ്രഹിക്കാൻ പറ്റത്തില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ഇതിൽ കൂടി എന്താണ് മനസ്സിലാക്കുന്നത്? ഈ ജസ്റ്റ് ഒറ്റ ഒരു കാര്യം പറഞ്ഞിട്ട് എന്റെ വാക്കുകളെ ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അതായത്, ഹോളി സ്പിരിറ്റ് നോസ് ദ ഡീപ് തോട്ട്സ് ഓഫ് ഗോഡ്. അപ്പൊ ദൈവത്തിന്റെ ആഴങ്ങള് എന്താണെന്ന് കറക്റ്റ് ആയിട്ട് ഹോളി സ്പിരിറ്റിന് അറിയാം. അതുപോലെ തന്നെ ഹോളി സ്പിരിറ്റ് നോട്ട് ഗോഡ്സ് വിൽ, ഹോളി സ്പിരിറ്റ് നോസ് ഗോഡ്സ് ഡിസയർ. അപ്പൊ എക്സാക്ട്ലി ഹോളി സ്പിരിറ്റ് ഇല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന് ദൈവത്തിന്റെ ഇഷ്ടം, ദൈവത്തിന്റെ ഹിതം എന്താണെന്ന് നന്നായിട്ട് അറിയാം. എന്നാൽ ഇവിടെ ഒരു ചോദ്യം, സോ നൗ ഹൗ ടു നോ ഗോഡ്സ് വിൽ ഫോർ us ഇൻ അവർ ലൈഫ്? അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ ഹിതം ഇന്നതാണെന്ന് നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? Sometimes you have to take decisions on certain things, certain important things. സോ അങ്ങനെയുള്ള വിഷയങ്ങളെ നമ്മൾ കോൺടെംപ്ലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. സോ അങ്ങനെയുള്ള വിഷയങ്ങൾക്ക് വേണ്ടി, അങ്ങനെയുള്ള വിഷയങ്ങളിൽ നമ്മൾ ദൈവത്തിന്റെ ഹിതം കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ ദൈവത്തിന്റെ ഹിതം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്ന് ചോദിച്ചാൽ, as you pray for such things, you will find in your heart an increasing surge of divine life. ഒന്നാമതായിട്ട് ഇങ്ങനെയുള്ള വളരെ സീരിയസ് ആയിട്ടുള്ള വിഷയങ്ങൾക്ക് വേണ്ടി ദൈവത്തിൽ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ, സോ ദൈവത്തിന്റെ ഹിതം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ആ പർട്ടിക്കുലർ വിഷയം സംബന്ധമായിട്ട് നമ്മുടെ ഉള്ളിൽ ഒന്നാമതായിട്ട് ഒരു ദൈവത്തിന്റെ ജീവന്റെ ഒരു ഫലം നമ്മുടെ ഉള്ളിൽ വരും. രണ്ടാമതായിട്ട് നമ്മുടെ ഉള്ളിൽ ഒരു ദൈവത്തിന്റെ സമാധാനം ഉണ്ടാകും. സോ അത് ദൈവത്തിന്റെ ഇഷ്ടം അല്ലെങ്കിൽ, then if it is not God's will, then you will find
yourself disturbed in your spirit. ദൈവത്തിന്റെ ഇഷ്ടം അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാകും. നമുക്ക് സമാധാനം കിട്ടത്തില്ല. ഒരു അസ്വസ്ഥതയുടെ ഒരു ലൈഫിൽ കൂടി നമ്മൾ കടന്നു പോകേണ്ടി വരും. എത്ര ചിന്തിച്ചാലും അതിനെ ചിന്തിക്കുമ്പോൾ എല്ലാം ഒരു ഡിസ്റ്റർബൻസ്, ഒരു അസമാധാനം നമ്മുടെ ഉള്ളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കും. സോ സംടൈംസ് എന്താണ് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ, നമ്മുടെ ചുറ്റുമുള്ള എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഉണ്ടല്ലോ, സോ ദേ സീം ടു ബി ഓൾ റൈറ്റ്. നമ്മുടെ ചുറ്റുമുള്ള പുറമേയുള്ള എല്ലാ കാര്യങ്ങളും വളരെ ക്ലിയർ ആണ്, കറക്റ്റ് ആണ്, നല്ലതാണെന്ന് നമുക്ക് തോന്നിയേക്കാം. But in your spirit, still you will have a great disturbance. So generally speaking, that disturbance indicates that that is not God's will for you. അപ്പൊ നമ്മൾ ഓർക്കണം, അങ്ങനെ ഒരു ഡിസ്റ്റർബൻസ് വരുമ്പോൾ തന്നെ നമ്മൾ ചിന്തിക്കണം, അത് ഈ വിഷയത്തെ കുറിച്ച് ദൈവത്തിന്റെ ഹിതം അല്ല എന്നുള്ളത്. കാരണം if it is God's will, you will listen to the Holy Spirit and your heart will be filled with peace. Your mind will be at rest. അപ്പൊ അതാണ് സിംറ്റംസ് എന്ന് പറയുന്നത്. So if your mind is set on how much money I can make, or if your mind is set on earthly things, so if our mind is set on selfish things, then you will not discover the will of God. So നമ്മുടെ മനസ്സ് ഈ പണത്തിന്മേലോ അധികാരത്തിന്മേലോ നമ്മുടെ സെൽഫിഷ് മോട്ടിവേഷൻ ഉണ്ടല്ലോ, ചില ബെനിഫിറ്റ്സ് ഉണ്ടല്ലോ, ലൗകികമായിട്ടുള്ള പ്രകാരമായിട്ടുള്ള കാര്യങ്ങളുടെ മേലെ വെച്ചോണ്ട് നമ്മൾ ദൈവത്തിന്റെ ഹിതം കണ്ടുപിടിച്ചാൽ നമുക്ക് ദൈവത്തിന്റെ ഹിതം അറിയാൻ പറ്റത്തില്ല. So we have to set our mind on the Holy Spirit. So യഥാർത്ഥമായിട്ട് സീരിയസ് ആയിട്ട് നമ്മൾ ദൈവത്തിന്റെ ഹിതം എന്താണെന്ന് നമ്മൾ അന്വേഷിക്കുമ്പോഴാണ് ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. സെൽഫിഷ് മോട്ടീവ് കൊണ്ട് ദൈവത്തിന്റെ ഇഷ്ടം തേടാൻ പോയാൽ അതൊന്നും കാണിക്കത്തില്ല പരിശുദ്ധാത്മാവ്. സോ അതുകൊണ്ട് എന്താണ് ചെയ്യേണ്ടത്? യു കം ടു ദ ലോർഡ് ആൻഡ് സേ, ലോർഡ്, I will seek your glory and kindly show me your will concerning job ആയിരിക്കാം, concerning moving to another location ആയിരിക്കാം, concerning a marriage proposal ആയിരിക്കാം, concerning any other thing ആയിരിക്കാം, anything that is serious in your life. As you pray, God is faithful to lead you into His will for your life. So തീർച്ചയായിട്ടും ദൈവം ആ ഒരു ഹിതം എന്താണെന്ന് കാണിച്ച് തരും. അപ്പൊ പരിശുദ്ധാത്മാവിനെ അനുസരിക്കുമ്പോൾ ദൈവത്തിന്റെ ഹിതം ക്ലിയർ ആയിട്ട് നീറ്റായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല. സോ ഞാൻ ഇവിടെ നിർത്താൻ പോകുകയാണ്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ?